ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വെറൈറ്റി വെള്ളക്കടലക്കറിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണേലും അല്ലെങ്കിൽ ഡിന്നറിനാണേലും ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ചധികം തന്നെ വെള്ളക്കടല കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 1.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ തലേ ദിവസം രാത്രി ഏകദേശം ഒരു 8 മണിക്കൂർ എന്തായാലും ചുരുങ്ങിയത് ഈ ഒരു കടല കുതിരണം കേട്ടോ, എങ്കിലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് കുതിർന്നതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടല മൊത്തത്തിൽ കുക്കറിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ഒന്നുകൂടി തിക്നെസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. രണ്ടും കൂടി 3/4 ടേബിൾ സ്പൂൺ മതി, ഒരുപാട് വേണ്ട. ഒരു പേരിന് നമുക്കൊരു ടേസ്റ്റ് ബാലൻസിന് ഇടുമല്ലോ, അത്രമാത്രം മതി കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 10-11 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം വേറെ ഒരു പൊടികളും നമ്മൾ ഇടുന്നില്ല കേട്ടോ ഇതിൽ എരിവിന് ആവശ്യമായിട്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളക് അത്യാവശ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കടല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതാ പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കടല മുങ്ങിക്കിടക്കുന്നതിൽ ഒരല്പം മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതാ ഞാനിതാ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 4-5 വിസിലാണ് കേട്ടോ ഈ ഒരു കടല വേവാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു മിക്സ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒന്നുകിൽ അരിപ്പൊടി ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പച്ചരി ഇല്ലേ നമ്മൾ ദോശയ്ക്ക് എടുക്കുന്ന ആ ഒരു പച്ചരി ഒരു 2-3 ടേബിൾ സ്പൂൺ കുതിർത്ത് അരച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മാറ്റി വെക്കുക. അങ്ങനെ ഇതാ നമ്മുടെ കടലയൊക്കെ ഏതാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രഷർ പോയതിന് ശേഷം കുക്കർ പതുക്കെ തുറന്നിട്ട് ഇത് അങ്ങനെ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 2 കപ്പ് നിറയെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ 1/4 പാലും 2/4 പാലും അങ്ങനെ പിഴിഞ്ഞിട്ട് 2 കപ്പ് തേങ്ങാപ്പാലാണ് ആക്കി എടുത്തിട്ടുള്ളത്. ഭയങ്കര വെള്ളം പോലത്തെ പാൽ പാടില്ല, എന്നാൽ അത്യാവശ്യം കട്ടിയുള്ള പാലും വേണം, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി മിക്സ് ഇല്ല, അതും കൂടി ഈ ഒരു സമയത്ത് ചേർക്കുക. അപ്പോൾ തേങ്ങാപ്പാലും അരിപ്പൊടി മിക്സും ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം നന്നായിട്ട് കുറക്കുക. പിന്നെ പെട്ടെന്ന് ചേർത്തിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂട് തട്ടിയിട്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ കറിയുടെ പരിപാടി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു അരിപ്പൊടിയുടെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വന്നതിന് അരിപ്പൊടി വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഓവർ തിക്നെസ് ഇല്ലാതെ പോലെ തോന്നാം, പക്ഷെ തിളച്ചങ്ങ് സെറ്റായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, കാരണം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തതോടെ തന്നെ കുറച്ച് കുറവായിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമ്മൾ കുറച്ചൊന്ന് ചൂട് സെറ്റായിട്ടല്ലേ സെർവ് ചെയ്യുള്ളൂ. ആ ഒരു സമയമാകുമ്പോഴേക്ക് കറക്റ്റ് പാകത്തിന് തിക്നെസ് ആയിട്ട് വരും കേട്ടോ. കറിയിലേക്ക് ചെറുതായിട്ടൊന്ന് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു വലിയ വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം നല്ല ചൂടായി കിടക്കില്ല, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ സെർവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് കറിൻ്റെ തിക്നെസ്സൊക്കെ കാണാം. അങ്ങനെ ഇതാ നമ്മുടെ കറി സെർവ് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടം. പിന്നെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്